മെഡിക്കൽ കോളേജിലെ ഡോക്ടറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് വീണ ജോർജും പിണറായി വിജയനും രണ്ട് തട്ടിലാണ്. ഇത് എവിടെ അവസാനിക്കും? മിക്കവാറും വീണ ജോർജിൻ്റെ പുറത്താകലേ അവസാനിക്കുകയുള്ളൂ. കാരണം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല മുഖ്യമന്ത്രി. അതാണ് കണ്ണൂരിൽ ചെന്ന് അത് ഉറപ്പിച്ച് പറഞ്ഞത്. ഇതങ്ങനെയൊന്നുമല്ല. വീണ ജോർജ് പറഞ്ഞത് എന്താ? ഇദ്ദേഹം നല്ല അച്ചടക്കമുള്ള ഒരു ഡോക്ടറാണ്, അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവനാണ്, അഴിമതി തൊട്ട് തീണ്ടാത്തവനാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. നവീൻ ബാബുവിനെ പോലെയുള്ള ഒരാളാണ് ഇദ്ദേഹം എന്നാണ് പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിനെ നിങ്ങൾ കൊന്നു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ വീണ ജോർജ് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ഹാരിസ് ചിറക്കലിനെതിരെ അല്ല മുഖ്യമന്ത്രി അവിടെ കണ്ണൂരിൽ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് വീണ ജോർജിനെതിരെ. തീർന്നില്ലേ പ്രശ്നം? ആ സിസ്റ്റത്തിൻ്റെ പോക്ക് നോക്കിക്കോളൂ. ആ സൂപ്പർ സീഡ് സാർ ആദ്യം സൂചിപ്പിച്ച വളരെ ശരിയായ കാര്യമാണ്. മറ്റൊരു നവീൻ ബാബുവായി ഈ ഡോക്ടർ മാറുമോ എന്ന് സംശയിക്കണം. സമയമുണ്ടല്ലോ, ഇനി 1 വർഷമില്ല ഇനി സമയം. നോക്കൂ, ഇപ്പം തന്നെ എന്താ വന്നിരിക്കുന്ന, മുഖ്യമന്ത്രി ഇത് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിണിയാളുകളായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദം ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ആദ്യം തന്നെ യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവി പറഞ്ഞു, ജബ്ബാർ എന്ന് പറയുന്ന ആൾ, അയാൾ പറഞ്ഞു ഇയാൾ ചുമ്മാ പറയുകയാണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറഞ്ഞില്ലേ, ആ സിസ്റ്റം അനുസരിച്ച് ഇദ്ദേഹം അച്ചടക്ക ലംഘനം നടത്തിയിരിക്കുന്നു. അതിന് നോട്ടീസ് കൊടുക്കാൻ ഒരു പ്രയാസവും ഇല്ല, നിമിഷങ്ങൾ മതി. ഷോക്കോസ് നോട്ടീസ് കൊടുക്കാം. അച്ചടക്ക ലംഘനത്തിന് നിങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചുകൂടാ? അല്ലാതെ അച്ചടക്കം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വരാം. പക്ഷേ ഇപ്പോൾ ഇത് ചെയ്യില്ല. കാരണം ജനപിന്തുണ മുഴുവൻ ഹാരിസ് ചിറക്കൽ എന്ന് പറയും. എനിക്ക് ഹാരിസും തമ്മിൽ തെറ്റെന്ന് ക്ഷമിക്കണം. ഹാരിസ് ചിറക്കൽ, ഇനിയും ഞാൻ പറഞ്ഞാലും ഹാരിസ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ അയാളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, അല്ല നമ്മുടെ ഹാരിസിനെ ഉദ്ദേശിച്ചല്ല. ഫ്രോഡ് അദ്ദേഹത്തിനെ ഉദ്ദേശിച്ചല്ല, ടൈൻറ്റഡ് പേഴ്സണാലിറ്റി ഉദ്ദേശിച്ചല്ല. ഇദ്ദേഹം ശുദ്ധമായിട്ടുള്ള കളങ്കമില്ലാത്ത മനുഷ്യനെ, നമ്മൾ കൈകൂപ്പി തൊഴേണ്ട ആളിനെ അപമാനിക്കുന്ന വിധത്തിൽ കണ്ണൂരിൽ പോയി പറഞ്ഞത് എന്താ? അദ്ദേഹത്തിൻ്റെ സംസാരം ഇന്ത്യയിലെ നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്ന കാരണമായി. ഇന്ത്യയിലെ നല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ ഏറ്റവും നല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇന്ത്യയെ നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കേരളത്തിലെ നല്ല ആരോഗ്യമേഖല നമ്പർ വണ്ണിലെ കേരളം ആരോഗ്യമേഖലയിൽ നമ്മൾ മുമ്പിൽ. ഇതാണ് പരിഹാസ്യമായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. കേരളം എന്ന് പറഞ്ഞത് CPM-ൻ്റെയാണ്. ഈ നമ്പർ 1 സ്ഥാനം കൊണ്ടുവന്നത് CPM ആണ് എന്നാണ് ഈ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരസ്യങ്ങളിലും പിന്നെ വിലയ്ക്ക് വാങ്ങിയ പരസ്യങ്ങളിലും അതുപോലെ തന്നെ കമൽഹാസനെയൊക്കെ വെച്ച് നടത്തിയതിലും ലെജൻഡായിട്ടാണ്. ഇതിൻ്റെ എല്ലാം കാരണഭൂതൻ താനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കുന്തമാണ്. ഈ രാജഭരണകാലത്ത് തന്നെ കേരളം എന്ന് പറയുന്നത് ആരോഗ്യ രംഗത്ത് നമ്പർ 1 ആയിരുന്നു. നമ്പർ 1 ഒന്നാം സ്ഥാനമായിരുന്നു കേരളത്തിലെ. പ്രജനന നിരക്കിൽ ശിശു മരണമെന്ന് പറയുന്നത് ഏറ്റവും കുറവായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം അന്നും ഇതായിരുന്നു. ഒരു CPM അല്ല അന്ന് ഭരിച്ചത്, രാജാവ് ഭരിച്ച സമയത്ത്. അതുപോലെ തന്നെ പ്രസവത്തിന് മുമ്പോ പിമ്പോ മാതൃമരണ നിരക്ക് ഏറ്റവും കുറവായിരുന്ന സംസ്ഥാനമാണത്. ആരോഗ്യ പ്രശ്നങ്ങൾ പ്രസവത്തിൽ ഇപ്പോഴാണ് കൂടുതൽ. അന്ന് ഇത്രയും ഇല്ല. ഇതുപോലെ രോഗങ്ങളും ഇല്ലല്ലോ, വൈറസുകളും ഇല്ലല്ലോ, ജനസംഖ്യയും ഇല്ലല്ലോ. അതുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ചികിത്സകൾ കിട്ടിയിരുന്ന കാര്യമായിരുന്നു കാലമായി. പിന്നെ അതുകൂടാതെ നമ്മുടെ നാടൻ വൈദ്യന്മാരുണ്ട്, അവരെല്ലാം ഇപ്പം നിരോധിച്ചു. നാടൻ വൈദ്യന്മാരുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ ആളറിഞ്ഞുള്ള ചികിത്സയാണ്. വളരെ മാരകമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഈ നമ്മുടെ വയറിൻ്റെ രോഗങ്ങൾക്ക് ഒക്കെ തക്ക ചികിത്സ നൽകിയ കല്ലാട്ടു വൈദ്യന്മാരെന്നൊക്കെ പറയും, ചിറ്റാറ്റു വൈദ്യന്മാരെന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. ആ പാരമ്പര്യമാണ് വാസ്തവത്തിൽ ഇപ്പോൾ കോട്ടയ്ക്കൽ പോലുള്ള ആയുർവേദ സ്ഥാപനങ്ങൾ നിലനിർത്തുന്നത്. അത് മതി. പെട്ടെന്ന് ചികിത്സ വേണ്ട അസുഖങ്ങൾക്ക് അത് പറ്റില്ല. പക്ഷേ സാവധാനം ചികിത്സ വേണ്ടതിന് അത് ഏറ്റവും ഉപയുക്തമായിരുന്നു. അവയൊക്കെ ആയുർവേദം എന്ന് പറയുന്നത് അതിൻ്റെ പാരമ്പര്യം, വൈദ്യ പാരമ്പര്യം, അതിൻ്റെ പാരമ്പര്യത്തിൽ വിഷമിറക്കുന്ന പാമ്പ് കടിച്ച ചികിത്സ വേണ്ട വിഷമിറക്കുന്ന വിഷഹാരി വൈദ്യന്മാർ പോലും ഉണ്ടായിരുന്നു അവിടെ. വിഷഹാരികളായ വൈദ്യന്മാർ. എനിക്കറിയാം, മേപ്പള്ളക്കുറ്റി എന്ന് പറയുന്ന ആശുപത്രിയിൽ പാമ്പ് ചികിത്സാ കേന്ദ്രമാണ്. അവിടെ ഒരു മദാമ്മ ഉണ്ടായിരുന്നു, വിദേശത്തുനിന്ന് വന്ന. ആ മദാമ്മ ഈ വിഷത്തിന് തന്നെ പ്രതിവിധി നടത്തുമായിരുന്നു. മേപ്പള്ളിക്കുറ്റി ആ കാര്യത്തിൽ പറഞ്ഞ കായംകുളത്തിനടുത്താണ്, G. സുധാകരൻ്റെയൊക്കെ വീടിനടുത്തായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ചികിത്സകൾ ധാരാളമായിട്ടുള്ളത് കൊണ്ട് മരണനിരക്കും വളരെ കുറവായിരുന്നു. അധ്വാനിക്കുന്നതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളും വളരെ കുറവായിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൻ്റെ നമ്പർ 1 ആയിരുന്നു അന്നേ. പിന്നെ അച്യുതമേനോൻ്റെ കാലത്താണ് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്
ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ വരുന്നത് അത് സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചു, മികവിൻ്റെ കേന്ദ്രം. അതിപ്പോഴും നന്നായിട്ട് പ്രവർത്തിക്കുന്ന കാര്യം എന്താണ്? അതൊരു ഓട്ടോണമസ് ബോഡിയാണ്. അവിടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് സർക്കാർ ഒരു മന്ത്രി അതിൻ്റെ പുറത്തിരിക്കേണ്ട, സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ പുറത്തിരിക്കേണ്ട ആളാണ് മന്ത്രി. ആ സിസ്റ്റത്തിനെ ജനങ്ങളുടെ സേവനത്തിനായിട്ട് മാറ്റേണ്ട ആൾ. അവരാദ്യം വന്നപ്പോൾ കുറേ മിന്നൽ പരിശോധനയൊക്കെ നടത്തി വീണമെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തെങ്കിലും മിന്നൽ പരിശോധന നടത്തും. അവരൊരു വൻ തോൽവിയാണ്. ആരോഗ്യമന്ത്രി വേറെ ഏതെങ്കിലും വകുപ്പ് കൊടുത്താലും കുഴപ്പമില്ല, അവരെ പുറത്താക്കണമെന്ന് പറയുന്നില്ല. കെ ശൈലജ ഈ വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. വീണ ജോർജ് അവരുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വീണ ജോർജ് അതുമാത്രമല്ല പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുന്നില്ല, ഒരു കാര്യത്തിലും പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, തൊട്ടടുത്ത് പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള അടൂർ മണ്ഡലത്തിലെ ഡെപ്യൂട്ടി സ്പീക്കർ ഒരു കാര്യത്തിനും പറഞ്ഞാൽ ഒരു അപ്പോയിൻമെൻറ്റ് പോലും തരുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. പരാതിയുണ്ട്. അതുകൂടാതെ കാപ്പാപ്രതി അവർ വിളിച്ച് പാർട്ടി കയറിയിട്ട് ഗന്ധാബാദ് വിളിച്ചല്ലേ മന്ത്രി. ഇത്ര വിവരദോഷിയാവാൻ പാടുണ്ടോ? ഒരു അവതാരകയായിരുന്നു, ഒരു ജേർണലിസ്റ്റ് ആയിരുന്നല്ലേ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ലല്ലോ. അല്ല, പക്ഷേ ഇപ്പോഴവിടെ നിലപാട് ഒരു പരിധിവരെ ശരിയല്ലേ? ശരിയായതുകൊണ്ട് അവർക്കറിയാം ചാനലിൽ അവതാരകയായാലും ജനങ്ങളുടെ കൂടെ നിൽക്കാൻ പാടുള്ളൂ. പണ്ടേ അവർ പഠിച്ചതാണ്. കാരണം ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് പറഞ്ഞാൽ വ്യൂവർഷിപ്പ് കിട്ടൂ. നമ്മളായാലും ശരി, അല്ലെങ്കിൽ ജനങ്ങൾ നമ്മളെ ബഹിഷ്കരിക്കും, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കേണ്ടി വരും. അങ്ങനൊരു ജനാധിപത്യമുണ്ട്. അതനുസരിച്ച് പറഞ്ഞതാണ്. കാരണം വലിയ പോപ്പുലാരിറ്റിയാണ് ഇതിൻ്റെയോടൊപ്പം. തന്നെയുമല്ല, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണ്. എവിടെ ജയിച്ച് കയറണമെങ്കിലും നിങ്ങൾക്ക് ആ പിന്തുണ വേണം. ജന്മാസായിട്ട് വോട്ട് ചെയ്യുന്ന തന്നെയല്ലേ, ഇത് വളരെ സത്യസന്ധനായിട്ടൊരാളല്ലേ. കേരളത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൂടെ. അതാണ് മറ്റൊരു ചോദ്യം. വീണ ജോർജിന് മനസ്സിലായിട്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ അത് മനസ്സിലാകുന്നില്ല? ഒന്ന്, കറതീർന്ന രാഷ്ട്രീയക്കാരനാണ് പിണറായി വിജയൻ. പാർട്ടിക്ക് വേണ്ടി മാത്രമേ അത്രയും സംസാരിക്കൂ. ഈസ് എ പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻ. അവിടെയാണ് പാർട്ടിക്കാരനാണ്. ഹാരിസ് പാർട്ടിക്കാരനാണ്. ഡോക്ടർ പാർട്ടിക്കാരൻ. നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ പാർട്ടിക്കാരനായിരുന്നല്ലേ. പക്ഷെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് പാർട്ടിക്കെതിരാകരുത്. അത് പാർട്ടി സെക്രട്ടറിക്കെതിരെയും പറഞ്ഞില്ലേ അദ്ദേഹം. മൈക്ക് കാണുമ്പോൾ നിങ്ങൾ പരിസരം മറന്ന് സംസാരിക്കരുത്. അദ്ദേഹത്തിനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. അച്യുതാനന്ദനെ ഒതുക്കിയില്ല. എന്താ കാര്യം? ആശുപത്രി കിടക്കുക, അദ്ദേഹത്തിനൊന്നും വരാതിരിക്കട്ടെ ദൈവം. അദ്ദേഹം SUT ആശുപത്രിയില്ല, മെഡിക്കൽ കോളേജിലല്ല, ആയിക്കോട്ടെ. പറഞ്ഞത് എന്താണ്? അച്യുതാനന്ദൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പാർട്ടി സെക്രട്ടറി ആയിട്ട് നിന്നുകൊണ്ട് പിണറായി വിജയനും ഞാനും തമ്മിൽ അടിസ്ഥാനപരമായ വിഷയങ്ങളുണ്ട്. പത്രക്കാരോട് ഇത്രേ പറഞ്ഞോളൂ, അടിസ്ഥാനപരമായ വിഷയങ്ങൾ. അതാണ് വിദ്വേഷം വളർത്താൻ കാരണം. വലതുപക്ഷ കേന്ദ്രീകരണത്തിലേക്ക് പോകുന്നു പിണറായി വിജയൻ. വലതുപക്ഷത്തിലേക്ക് പോകും, വലതുപക്ഷ ഉദാരീകരണത്തിലേക്ക് പോകുന്നു. അതാണ് അച്യുതാനന്ദൻ. പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകാരനാണ്, പൊളിറ്റീഷ്യനാണ്. അന്നേരമാണ് അദ്ദേഹത്തെ പറയാം കാലഹരണപ്പെട്ട പുണ്യാളൻ, പുരോഹിതൻ എന്നൊക്കെ പറഞ്ഞ് ആ കാലഘട്ടത്തിലാണ് തിരുത്തി അദ്ദേഹത്തിനെ പിണറായി. അപ്പം ഇവിടെ തിരുത്താണ് നടക്കുന്നത്. വീണ ജോർജിനെ തിരുത്തുകയാണ്. ഇതിനകത്ത് പാർട്ടിക്കാരനാണെങ്കിൽ ഹാരിസ് ഇതിൽ കഥാപാത്രമേ അല്ല. വീണ ജോർജ് പറഞ്ഞത് തിരുത്തുകയാണ്. അത് തന്നെ. ഈ വീണ ജോർജ് മിണ്ടില്ല ഹാരിസിനെ കുറിച്ച് പുകഴ്ത്തി. വേണമെങ്കിൽ വീണ ജോർജിന് നിലനിൽക്കണമെങ്കിൽ നടപടികൾ എടുക്കണം എന്നാണ് ഇതിൻ്റെ സൂചന. നടപടി എടുത്തില്ലെങ്കിൽ വീണ ജോർജിനെതിരെ നടപടി വരാൻ പോകും. അപ്പോൾ മിക്കവാറും വേണമെങ്കിൽ നമുക്ക് പറയാം, നടപടി എടുത്തില്ലെങ്കിൽ വീണ ജോർജ് പുറത്താകും. അല്ല, പിണറായി കുറച്ച് നാളുകളായി തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി അമിതമായി സ്നേഹം കാണിക്കുന്നു. അത് മരുമകന് വേണ്ടിയാണോ? ആണ്. അതിൻ്റെ വഴിയിൽ ഓരോരോ മരങ്ങളായിട്ട് വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ ജോർജ് ഒരു ഭീഷണിയൊന്നുമല്ല. പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഈ സർവേയിൽ SN ന്യൂസിൻ്റെ സർവേ കണ്ടെടുത്ത 81 എന്നുള്ളത് നിലനിർത്തിയെങ്കിലേ അദ്ദേഹത്തിന് അടുത്ത തവണയെങ്കിലും അധികാര കസേരയിൽ ഏറ്റാൻ പറ്റും. ഇപ്പോൾ ചാർജ് കൊടുത്താൽ മതിയല്ലോ. മുഖ്യമന്ത്രി വിദേശവും മരുമകന് ചാർജ് അങ്ങനെ കൊടുക്കുന്നത് തെറ്റില്ല. അങ്ങനെ ചാർജ് കൊടുത്തിട്ട് അടുത്ത പ്രാവശ്യത്തേക്ക് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ തടസ്സം സൃഷ്ടിച്ചു ഇവിടെ ഹാരിസ്. കുറച്ച് വോട്ടുകൾ കുറച്ചു. സഹിക്കാൻ പറ്റുമോ? അത് അവിടെയാണ് ഈ പ്രശ്നം വന്നത്. കാരണം കഴിഞ്ഞ ഈ തവണത്തെ സർക്കാർ ഏറ്റവും കൂടുതൽ ജനകീയമായി മാറിയത് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ശൈല ടീച്ചറും കൊറോണ കാലത്ത് കാരണഭൂതന്റെ നീക്കങ്ങളിലൂടെ കൊറോണയെ ഓട്ടിച്ചു അല്ലേ? അതെ അതെ. ആ രീതിയിലെല്ലാം വലിയ രീതിയിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ പിണറായി സർക്കാരിന് മുന്നേറാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഉണ്ടാകുന്ന പരാമർശങ്ങൾ അടുത്ത സർക്കാരിന് വലിയ തിരിച്ചടിയാകും. തീർച്ചയായിട്ടും അടുത്ത സർക്കാരിന് വലിയ തിരിച്ചടിയാവും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഇവിടെ വേണ്ടത് ശരിക്കും സിസ്റ്റം എന്ന് പറയുമ്പോൾ തിരുത്തണം. ഇവിടെ ആരോഗ്യ മേഖലയിലെ ആരോഗ്യ നയം ഡോക്ടർ B. ഇക്ബാൽ ഇവരുടെ പാർട്ടിയുടെ തന്നെ ആളാണ് കൊടുത്തിട്ടുണ്ട്. അത് അലമാരിക്കകത്ത് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്.
അത് നടപ്പാക്കിയെങ്കിൽ ഈ കുഴപ്പം വരത്തില്ല. മന്ത്രിയുടെ കയ്യിലല്ല ഇതിൻ്റെ കടിഞ്ഞാൺ വേണ്ടത്. ആരുടെ കയ്യിലാണ്? ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ കയ്യിലാണ് വേണ്ടത്. കാരണം പ്രൊഫഷണലായിട്ട് അദ്ദേഹത്തിനെ അറിയൂ എന്തൊക്കെ എവിടെയൊക്കെ വേണമെന്ന് അറിയാൻ പറ്റും. അഴിമതി ഉണ്ടായിക്കോട്ടെ, ചിലപ്പോൾ ആളിൻ്റെ അറിവനുസരിച്ച് അഴിമതി വരാം. പക്ഷെ അതിനു മുകളിൽ അങ്ങനെയുള്ള അഴിമതി നടക്കുമ്പോഴാണ് മന്ത്രിയുടെ ഇടപെടൽ വരേണ്ടത്. അല്ലാതെ ജാഗ്രതേ എന്നും പറഞ്ഞു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പുതിയൊരു മുദ്രാവാക്യം, വെല്ലുവിളിക്കുന്നു. ആരെയാണ് നിങ്ങൾ ഈ വെല്ലുവിളിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെയോ? കേരളത്തിലെ ജനങ്ങളെ അനുഭവിക്കുന്നതാണ് പ്രശ്നം. ഇതാ ഇപ്പോൾ മണ്ണന്തല ഒരു അംബിക എന്ന് പറയുന്ന സ്ത്രീ മരിച്ചിരിക്കുന്നു. ചികിത്സാ പിഴവ് കൊണ്ട് അവിടെ മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള ഡോക്ടർമാർ, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാർ ഒരൊറ്റ പ്രൈവറ്റ് ആശുപത്രിയിലും ഇല്ല. പക്ഷേ ഇവിടെ ഉപകരണമില്ല. ആനയെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു, പക്ഷേ തോട്ടിയിൽ ആനയെ നിയന്ത്രിക്കാൻ. അപ്പോൾ ഈ പ്രശ്നം ഇറ്റ് ഈസ് ആൻ എലിഫൻറ്റ് ഇൻ ദ റൂം. അത് ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും അടുത്ത തെരഞ്ഞെടുപ്പിൽ. പിണറായി ഇത് പറഞ്ഞാലും നടപടി ഹാരിസിനെതിരെ ഉണ്ടായാലും തീർച്ചയായിട്ടും ഇറ്റ് ഹാസ് ബിക്കം ആൻ എലിഫൻറ്റ് ഇൻ ദ റൂം എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു വിഷയമായി തന്നെ നിൽക്കുന്നുണ്ട്. ശ്രദ്ധിക്കപ്പെടാതെ പോവില്ല, അത് ഇഗ്നോർ ചെയ്യപ്പെടാനും പോകുന്നില്ല ജനങ്ങൾ. അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന് ഒരു യേശുക തന്നെ ചെയ്യും. ഏറിയ തോതിലോ കുറഞ്ഞ തോതിലോ എന്നുള്ളത് മാത്രമാണ് നമുക്കിനി കാണേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ പ്രഡിക്ഷനിൽ SN ന്യൂസിൻ്റെ പ്രഡിക്ഷനിൽ 81 വീണ്ടും താഴോട്ട് പോകാനാണ് സാധ്യത കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.